നമ്മുടെ UDF ആവർത്തിച്ചു പറയാറുള്ളത് പോലെ വെറും UDF അല്ല, ടീം UDF. കോൺഗ്രസ് പറയുന്ന ഒരു പാർട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തെ സ്ഥാനാർത്ഥിനെ നേരിട്ട് വന്ന് പത്രക്കാരുടെ മുന്നിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാർട്ടി ഡിക്ലറേഷൻ വന്ന് അരമണിക്കൂറിൽ CPM പോലെയുള്ള പാർട്ടി 86 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയാണ്. ഇവർ 100-ലധികം സ്ഥാനാർത്ഥിനെ അരമണിക്കൂറിൽ പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് ഒരു പത്രസമ്മേളനം നടത്തി 53 സ്ഥാനാർത്ഥിനെ പരിചയപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിൽ ഇവരാണ് നാളെ രാവിലെ കേരളം ഭരിക്കേണ്ടത്. ഇവർക്കാണ് നാളത്തെ കേരളത്തിലെ സാമുദായിക സംഘടനകളെയും ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളെയും ഈ പറഞ്ഞ ജനങ്ങളെയും ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം നേരിട്ട് മുന്നോട്ട് കൊണ്ടത്. നേരത്തെ അരുൺ സാർ പറഞ്ഞ വേറെ കാര്യമുണ്ട്, വയനാട്ടിൽ IC ബാലകൃഷ്ണന്റെ കാര്യം. IC ബാലകൃഷ്ണന്റെ മുന്നിൽ IC ബാലകൃഷ്ണൻ MLA ആയിരുന്ന സമയത്ത് അതേ മണ്ഡലത്തിൽ 2 കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തിട്ട് 2 പേരുടെ ബോഡി അപ്പുറം ഇപ്പുറം നടത്തി കണ്ടുകൊണ്ടിരുന്നത്. കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾ അത് കാണുന്നില്ലേ? ഇതേ അവസ്ഥയാണ്. ഈ പറഞ്ഞ സംഘടനാ പാഠമില്ലാത്ത നേതാക്കന്മാരുള്ളതാണ് വീട് വെച്ചു കൊടുക്കാൻ പറ്റാത്തത് വയനാട്ടില്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ, പൈസ ഇവർ പിരിച്ച് അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. ആ അക്കൗണ്ടിൽ ഇതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുത്ത് ഒരു 25-30 വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്. ഇനിയിപ്പം 100-ലധികം സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ ആ പറഞ്ഞയാൾ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. പറഞ്ഞയാൾ ഞാൻ 100-ലധികം സീറ്റുകളിൽ അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ VD സതീശന് 53 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല.